ഒഞ്ചിയത്ത് സംഘർഷം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വിമത മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് നേരെ 6 വധശ്രമങ്ങൾ നടന്നു. ഈ വർഷം മാത്രം 2 വധശ്രമം നടന്നു. പട്ടാപ്പകൽ നടക്കുന്ന മിന്നൽ ആക്രമണങ്ങൾ ഒഞ്ചിയം മേഖലയെ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് സമാനമാക്കുകയാണ്. 1.5 വർഷം മുമ്പ് CPM-ലെ തിരുത്തൽവാദികൾ ചേർന്ന് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതു മുതലാണ് ഒഞ്ചിയത്ത് സംഘർഷം പടർന്നത്. ഇതുവരെ നടന്നത് 6 വധശ്രമങ്ങൾ. ഒഞ്ചിയത്തെ അക്രമ പരമ്പര ഇങ്ങനെയാണ്. മാർച്ച് 19 വെള്ളിയാഴ്ച റവല്യൂഷണറി DYFI നേതാവ് KK ജയനെതിരെ വധശ്രമം. ജയൻ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ. അക്രമം പട്ടാപകൽ. ജനുവരി 31 ഞായറാഴ്ച മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ ബോംബേറ്. വഴിയാത്രക്കാരിയായ ഹജീറയ്ക്കും 2 വയസ്സുകാരി ലീന ഫർഹീനും പരിക്ക്. ഇരുവരും ചികിത്സയിൽ. 2009 നവംബർ 6 വെള്ളിയാഴ്ച മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് P ജയരാജന് നേരെ ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ജയരാജൻ ഇപ്പോഴും ചികിത്സയിൽ. മാർക്സിസ്റ്റ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം MP ദാമോദരൻ, അഴിയൂരിലെ അബ്ദുൾ ഖാദർ, വൈക്കിലിശ്ശേരിയിലെ സിനീഷ് എന്നിവർ ആക്രമണങ്ങൾക്കിരയായി ചികിത്സയിൽ തുടരുകയാണ്. ഇതിനും പുറമെയാണ് വീടാക്രമണങ്ങളും സ്തൂപം തകർക്കലുകളും. മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് TP ചന്ദ്രശേഖരൻ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ഒഞ്ചിയം ഏരിയയിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, CPIM 4 പഞ്ചായത്തിലും ഭരണത്തിലേക്ക് വരാൻ പോകുന്നില്ല, വടകര ബ്ലോക്ക് പഞ്ചായത്തിലും വരാൻ പോകുന്നില്ല. അതിനു മുമ്പേ ഇത്തരം ഭീകരമായ കടന്നാക്രമണങ്ങൾ സംഘടിപ്പിച്ച് ആളുകളെ, ജനത്തിനെയാകെ ഭയപ്പെടുത്തി മുമ്പോട്ട് പോകാൻ കഴിയുമോ എന്നൊരു പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലീസ് നിലപാടിനെതിരെ രോഷം ഉയർന്നിട്ടുണ്ട്. വധശ്രമ കേസുകളിൽ ഒന്നിൽ പോലും പോലീസ് കുറ്റവാളികളെ പിടികൂടിയിട്ടില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കെതിരെ ഇതുവരെ 70ഓളം പോലീസ് കേസുകളുണ്ട്. കൂടുതലും ജാമ്യം പോലും ലഭിക്കാത്തത്. അരാജകത്വമാണ് ഒഞ്ചിയത്ത് നിലനിൽക്കുന്നത്. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. പോലീസ് ഒത്താശയുടെ കൂടെയുള്ള ആക്രമണങ്ങൾ കൂടിയാകുമ്പോൾ ഒഞ്ചിയം മേഖല മറ്റൊരു കണ്ണൂരായി മാറാം. ക്യാമറമാൻ PT കുമാരനോടൊപ്പം സുനിൽ ബേബി, കോഴിക്കോട്, ഇന്ത്യ.